إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈ ഈദ് മുസല്ലയിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, കുട്ടികളെ, സഹോദരീ സഹോദരങ്ങളെ, ശവ്വാൽ പിറവിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് അനുവദിച്ച ഈദുൽ ഫിത്തർ സമാഗതമായി. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈദ് ആശംസിക്കുകയാണ്. തഖബ്ബലുല്ലാഹു മിന്നാ വമിൻകും സാലിഹുൽ അമാൽ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളെന്ന നിലക്ക് ഏതൊരു സത്യവിശ്വാസിയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട, ആഘോഷിക്കേണ്ട സന്ദർഭമാണ് ഈദുൽ ഫിത്തർ. എന്തിനാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആഘോഷിക്കണം എന്നതിൻ്റെ ധാരണ, അതെവിടെയാണ് അതിൻ്റെ ആഘോഷത്തിൻ്റെ ജീവൻ നിൽക്കേണ്ടത് എന്നതിൻ്റെ കൃത്യമായ ബോധം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. റമദാനിലൂടെ നമുക്കെല്ലാവർക്കും ഒരുപാടധികം സൂക്ഷ്മത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. മുമ്പ് കഴിഞ്ഞ ആളുകൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കാൻ കാരണം നിങ്ങൾ സൂക്ഷ്മത കൈവരിച്ചേക്കാം, നിങ്ങൾക്ക് തഖ്വ ലഭിച്ചേക്കാം എന്നാണ് അതിൻ്റെ പ്രതിഫലമായിട്ട് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ റമദാനിലൂടെ നമുക്കൊരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം കൃത്യമാക്കാതെ അലഞ്ഞു നടന്നിരുന്ന നമ്മളെല്ലാവരും പരിശുദ്ധ റമദാനെത്തിയപ്പോൾ നമസ്കാരം കൃത്യമാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വന്നു. സാമ്പത്തിക രംഗത്ത് കൃത്യത കൈവരിക്കാത്ത, സൂക്ഷ്മത കൈവരിക്കാത്ത നമുക്കെല്ലാവർക്കും സാമ്പത്തിക രംഗം കൃത്യമാക്കാൻ, ശുദ്ധീകരിക്കാൻ, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ പറഞ്ഞതുപോലെ സമ്പത്ത് സംശുദ്ധമാക്കാൻ സകാത്തിലൂടെയും സദഖയിലൂടെയും ഉദാരതയിലൂടെയുമെല്ലാം നമ്മളുടെ സമ്പാദ്യത്തെ വിശുദ്ധമാക്കാൻ നമുക്ക് സാധിച്ചു. പരിശുദ്ധ റമദാനിൽ നോമ്പുകാരനായ ഏതൊരാളും അവന്റെ ഇടപാടുകളിലോ സ്വഭാവങ്ങളിലോ വല്ല ദൂഷ്യതയും ബാക്കിയുണ്ടെങ്കിൽ
അവന്റെ നോമ്പിന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കില്ല എന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും നമ്മളുടെ സ്വഭാവം സസൂക്ഷ്മം നിരീക്ഷിച്ച് ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ് പരിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ സൽക്കർമ്മമെന്ന് പഠിച്ച നമ്മൾ, സ്ത്രീകളും പുരുഷന്മാരും ഉമ്മമാരും അതിവേഗതയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നവരും തപ്പിത്തടഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് വായിക്കുന്നവരുമെല്ലാം അള്ളാഹുവിന്റെ ഖുർആനിനെ സ്പർശിക്കുകയും നോക്കുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത മാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് കടന്നുപോയിട്ടുള്ളത്. സമയനിഷ്ഠയില്ലാതെ ജീവിച്ച നമുക്ക് കൃത്യമായ സമയനിഷ്ഠയെപ്പറ്റി പഠിപ്പിച്ചത് ഈ പരിശുദ്ധ റമദാനാണ്. സൂക്ഷ്മതയും അതേപോലെ തന്നെ ഭവ്യതയും വിട്ടുവീഴ്ചയും ക്ഷമയും സഹാനുഭൂതിയും സഹവർത്തിത്വവുമെല്ലാം ഈ റമദാനിൽ നമുക്ക് കിട്ടിയതുപോലെ മറ്റൊരു മാസവും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിക്കുക. മുന്നിലെ സൊഫിലിരിക്കുന്ന മുഴുവൻ ആളുകളും അവിടുന്ന് അങ്ങോട്ട് പിന്നാമ്പുറങ്ങളിൽ ഇരിക്കുന്ന സഹോദരിമാരടക്കം ആത്മാർത്ഥമായിട്ട് അല്ലാഹനെ ഓർത്ത് നമ്മൾ ആലോചിക്കുക. ഈ റമദാനിൽ നമുക്ക് കിട്ടിയ ചൈതന്യം പ്രിയപ്പെട്ടവരെ ചെറുതല്ലല്ലോ. അള്ളാഹു ഈ മാസത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ചെറുതല്ലല്ലോ. പണമില്ലാതെ തുടങ്ങിയ റമദാനിന്റെ തുടക്കം കിട്ടിയ ആളുകൾക്ക് അതിൽ നിന്ന് ദാനം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് കിട്ടിയില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ എല്ലാം കൊണ്ടും ജീവസ്വറ്റതായ ഏറ്റവും കുളിർമ നൽകുന്ന പരിശുദ്ധ റമദാൻ നമുക്ക് നേടിത്തന്ന ലാഭങ്ങൾ ചെറുതല്ല. അള്ളാഹുവിനെ പറ്റി സൂക്ഷിക്കുവാൻ, അവനിലേക്ക് മടങ്ങുന്ന മടക്കയാത്രയെപ്പറ്റി ശ്രദ്ധിക്കുവാൻ, അവനിലേക്ക് തിരിച്ചു പോകുന്ന മരണത്തെപ്പറ്റി ഓർക്കുവാൻ, പിന്നീടുണ്ടാകുന്ന ഖബർ ശിക്ഷയും ഖബറിലെ വിശാലതയും അന്ത്യനാളിന്റെ പ്രയാസങ്ങളും അന്ത്യനാളിലെ എളുപ്പങ്ങളും നരകവും അതുപോലെ സ്വർഗത്തിന്റെ സുഖാനുഭൂതിയുമെല്ലാം നമ്മളുടെ ഓർമ്മകളിലെ സിരകളിലൂടെ കടന്നു ചെന്നു ഈ റമദാനിൽ. അങ്ങനെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റവും നല്ല ഹിദായത്തുള്ളവരായി മാറി എന്നതാണ് വാസ്തവം. റമദാനിലൂടെ ലഭിച്ച ഹിദായത്തിന് നന്ദി എന്ന ആ കാരണത്താലാണ്, നന്ദി എന്ന നിലക്കാണ് പ്രിയപ്പെട്ടവരെ ഈദ് നമ്മൾ കൊണ്ടാടുന്നതും കൊണ്ടാടേണ്ടതും. ആ കിട്ടിയ സൗഭാഗ്യം സുബ്ഹാനല്ലാഹ് ചെറുതല്ല പ്രിയപ്പെട്ടവരെ. ഒരുപാട് ആളുകൾ അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കഴിയാതെ പ്രയാസത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ശാരീരികമായ പ്രയാസങ്ങളെ അതിജയിച്ചുകൊണ്ട് രാത്രി നമസ്കാരങ്ങളിൽ സജീവമായിട്ടുണ്ട്, ഒരുപാട് ആളുകൾ തെറ്റിനിന്ന മനസ്സുകൾ എല്ലാതരം വിട്ടുവീഴ്ചക്കും തയ്യാറായിക്കൊണ്ട് അവർ സ്നേഹത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഭാര്യമാരോടും മക്കളോടും മാതാപിതാക്കളോടും കുടുംബക്കാരോടും അയൽവാസികളോടും സഹോദരി സഹോദരങ്ങളോടും നാട്ടുകാരോടും മഹല്ല് നിവാസികളോടും വിദേശത്തുള്ള കൂട്ടുകാരനോടടക്കം സ്നേഹം പങ്കിടാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ 11 മാസത്തെക്കാളും എത്ര വൃത്തിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നടന്നത്, എത്ര നിർഭയത്വത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചത്, എത്രയധികം പ്രതീക്ഷകൾ നാഥനോട് നമ്മൾ നൽകിയിട്ടുണ്ട്. ആ ഏറ്റവും നല്ല പവിത്രതയ്ക്കുള്ള അതിലുള്ള ഏറ്റവും വലിയ നന്ദിയാണ് ഈ ഈദുൽ ഫിത്തറിന്റെ ആഘോഷത്തിലൂടെ ഏതൊരു മുസൽമാനും കൊണ്ടുവരേണ്ടത്. അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അല്ലാഹുവിനെ തക്ബീർ ചെയ്തുകൊണ്ട് ഫകബ്ബിർഹു തക്ബീറ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. പരിശുദ്ധ ഖുർആനിലെ വല്ലാത്തൊരു പ്രയോഗമാണത്. വലിതുകബ്ബിറുല്ലാഹ, നിങ്ങൾ എല്ലാവരും നിങ്ങൾ അവന് തക്ബീർ മഹത്വകീർത്തനം നടത്താൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയാകുന്നു ഇതെല്ലാം നിശ്ചയിച്ചത് എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിലൂടെ
മാനസികമായ സമാധാനം കിട്ടിയിട്ടുണ്ട്. നമസ്കാരങ്ങളിലൂടെ ധന്യത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇസ്തിഗ്ഫാറിലൂടെ പാപമുക്തി നമുക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യങ്ങൾ തേടിയുള്ള പ്രാർത്ഥനയിലൂടെ പലതും ലഭിച്ചതായി അനുഭവിച്ചിട്ടുണ്ട്, പലതും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. ദാനധർമ്മങ്ങൾ കൊടുത്തതിന്റെ പേരിൽ ഒരാൾക്കും ദാരിദ്ര്യം പിടിപെട്ടിട്ടില്ല. ദാനധർമ്മങ്ങൾ കൊടുത്ത ഒരാളുടെയും സമ്പത്തിനൊരു കുറവും വന്നിട്ടില്ല. നോമ്പ് നോറ്റിരിക്കുന്ന ഒരാളുടെയും ആരോഗ്യത്തെ അത് മോശമായി ബാധിച്ചിട്ടില്ല. അത്യുഷ്ടമായ ചൂട് ഇന്ന് കേരളത്തിൽ ഈ എന്റെ ഓർമ്മകളിൽ എന്ന് പറയാം, ഈ ചരിത്രത്തിലില്ലാത്ത അത്യുഷ്ടമാണ് ഈ പരിശുദ്ധ റമദാനിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപക്ഷേ മഹാഭൂരിപക്ഷം ആളുകൾക്കും സമ്മതിക്കാൻ കഴിയും, മറ്റു റമദാനുകളിൽ പോലെ മറ്റു അത്താഴങ്ങളിൽ കഴിച്ചതുപോലെ അത്താഴം കഴിക്കുവാനോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുവാനോ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല, തോന്നിയിട്ടുമില്ല. അത്യുഷ്ടമായ ചൂടിൽ ചെറിയ പിഞ്ചുമക്കൾ പോലും, 5ഉം 6ഉം വയസ്സുള്ള പിഞ്ചുമക്കൾ 30 നോമ്പ് നോറ്റവർ, 30ഉം സമ്പൂർണമായി നോറ്റ ആളുകൾ ഈ മുസല്ലയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത്രയും അസഹനീയമായ ഉഷ്ണത്തിൽ, ചൂടിൽ അവർക്ക് 30 നോമ്പ് നമുക്കെല്ലാവർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂട് പോലും പ്രിയപ്പെട്ടവരെ ഈ റമദാനിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ആ മാസം അപാരമായ മാസമാണ്. റമദാൻ എന്ന് ആ മാസത്തിന് പേര് നൽകുന്ന അന്ന് സൗദി അറേബ്യയിലെ അറബ് രാജ്യത്തെ ആളുകൾ മാസങ്ങൾക്ക് പേര് നിശ്ചയിക്കുമ്പോൾ റമദാൻ എന്നൊരു മാസത്തെ വിളിക്കുമ്പോൾ അവരറിഞ്ഞിട്ടില്ല ആ മാസം പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമെന്ന്. ചുട്ടുപഴുക്കുന്ന അത്യുഷ്ണമായ ചൂട്, അസഹനീയമായ ചൂട്, അതിഗംഭീരമായ ചൂട് എന്നർത്ഥം വരുന്ന റമദാൻ, ഈത്തപ്പഴം പോലും ആ ചൂടിലാണ് അത്രേ പഴുത്തു പോകാറുള്ളത്. അങ്ങനെ വല്ലാത്ത കയ്പുള്ള കടുപ്പമുള്ള ഈത്തപ്പഴത്തെ മധുരമൂറുന്ന, തേനിനെ തോൽപ്പിക്കാൻ മാത്രമുള്ള മാധുര്യമുള്ള പഴമായി മാറ്റാനുള്ള ചൂട് എന്നറിയപ്പെടുന്ന റമദാനിലാണ് സുബ്ഹാനല്ലാഹ് ജബലുന്നൂരിലെ ഗിരിസാനുക്കളിൽ ജിബ്രീൽ എന്ന മാലാക നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ കൊണ്ടുപോയി കൊടുക്കുന്നതോടുകൂടിയാണ് ഈ റമദാനിന് ഈ പവിത്രതയെല്ലാം കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന, ചേർത്ത് നിർത്തിയിരിക്കുന്ന ഈ തഖ്വയുണ്ടല്ലോ, ഒരു വിട്ടുവീഴ്ചയും കൊടുക്കരുത് നമ്മളാരും. ആ തഖ്വ നമ്മളിൽ നിന്ന് ചോർന്നു പോകാൻ പാടില്ല. ആ തീരുമാനമാണ് നമ്മൾ എല്ലാവരും എടുക്കേണ്ടത്. ഈ ഒരു മാസം ഒരു വലിയ കളരിയിലായിരുന്നു നമ്മൾ. ഒരു നല്ല മുസൽമാനായി ജീവിക്കുക എന്നത് ചില നിയമങ്ങളും ചില കാർക്കശ്യങ്ങളും ചില ഡിമാൻഡുകളും വെച്ച് അല്ലാഹു 30 ദിവസം നോമ്പ് നോറ്റുകൊണ്ട് ആ നോമ്പ് സ്വീകരിക്കുവാൻ നിങ്ങൾ സൽക്കർമ്മ നിരതരാകണം, നമസ്കാരം കൃത്യമാക്കണം, സ്വഭാവം നന്നാക്കണം എന്ന ഡിമാൻഡുകൾ വെച്ചു. മനുഷ്യൻ എന്ന നിലക്ക്, ജീവൻ നിലനിൽക്കണമല്ലോ എന്ന നിലക്ക് ആ ദിവസത്തിന്റെ പാതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനും പറഞ്ഞു, വിശ്രമിക്കാനും പറഞ്ഞു, വിശ്രമിക്കാത്തവരുടെ നോമ്പ് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട്, നിയമങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു മാസം നമ്മൾ അള്ളാഹുവിനോട് കടപ്പെട്ടുകൊണ്ട് ജീവിച്ചപ്പോൾ നമുക്കെല്ലാം വളരെ സൗഭാഗ്യകരമായി അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ തുടർച്ച വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പലതവണ നോമ്പുകളിൽ നമ്മൾ പറഞ്ഞതാണ്. മുസല്ലയിൽ നോമ്പുകളിൽ നമ്മുടെ സംസാരങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആവർത്തിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഖബറിന്റെ വിശാലത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മയ്യത്തിനെ ചെരിച്ചാണ് നമ്മൾ കിടത്തുന്നത്. ഒന്ന് മലർന്നു കിടക്കാൻ പോലും സൗകര്യമില്ലാത്ത തരത്തിലാണ് ഖബറിന്റെ രീതി. അങ്ങനെയാണ്. ആ ഖബറാളികൾ ഏതൊരു പാപത്തിന്റെയും പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അവിടെ ഖബറാളികളോട് നിങ്ങൾക്ക് വല്ല ആഗ്രഹവും ഇനിയുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടാൽ ഖബറാളികൾ പറയുമത്ര, പടച്ചോനെ, ഇങ്ങ് മണ്ണിന്റെ മുകളിൽ ഭൂമിയിൽ പോയി, എന്റെ നാട്ടിൽ പോയി ഒരൊറ്റ നോമ്പ്, ഒരു നോമ്പിന്റെ ദിവസവും കൂടി ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്നാണ് അത്ര അവർ പറയുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നോമ്പുള്ള ഒരു ദിവസവും കൂടി എനിക്ക് ജീവിക്കണേ എന്നായിരുന്നു അത്രേ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്.
എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ രോഗാതുരമായ അവസ്ഥയിൽ ഈ ബാംഗ്ലൂരിന്റെ പ്രവിശാലമായ ഓരോ ഭാഗത്തും തലയുയർത്തി നിൽക്കുന്ന ഹോസ്പിറ്റലുകളിൽ നമുക്കറിയാവുന്നവർ തന്നെ എത്രയാണ്. എത്ര ആളുകൾ മരണപ്പെട്ടു. ഈ കഴിഞ്ഞ റമദാനിൽ ഈ ബാംഗ്ലൂരിൽ ജീവിച്ചിരുന്ന 2 താജുമാർ മരിച്ചില്ലേ? ആദ്യത്തെ 10 ഒരു താജുക്ക മരിച്ചു, അവസാനത്തെ 10 മറ്റൊരു താജുക്ക മരിച്ചു. അള്ളാഹു 2 പേർക്കും സ്വർഗം നൽകുമാറാവട്ടെ. ഞാനത് എടുത്തു പറയാൻ കാരണം നമ്മളുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്ന 2 മരണങ്ങളാണത്. ഒരാൾ സൽക്കർമ്മ നിരതരായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഈമാനിന്റെ അത്യുജ്വലമായ സൽക്കർമ്മമാണ് ഉംറ എന്നത്. അതും കഴിഞ്ഞ് അവിടെ വെച്ച് മരണപ്പെടുന്നു. ഒരാളോ റമദാനിന്റെ അവസാനം ഒരുപക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, മക്കൾക്കും തന്റെ പ്രിയതമക്കും തനിക്കും വസ്ത്രം പോലും എടുത്തു വെച്ചിട്ടുണ്ടാകും അദ്ദേഹം. അതൊന്ന് പൊളിച്ചു നോക്കാൻ, അതണിഞ്ഞിരിക്കുന്ന ഭാര്യയെ ഒന്ന് കാണാൻ, അതണിഞ്ഞിരിക്കുന്ന മക്കളുടെ പുഞ്ചിരിയെ ഒന്ന് കാണാൻ സാധിക്കാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രക്ഷിതാവിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. നമ്മളുടെ പലരുടെയും, ഈ കൂട്ടത്തിലുള്ള പലരുടെയും കൂടെ തോളോട് തോള് ചേർന്ന് നടന്ന മനുഷ്യൻ. എന്തിനാ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ഒരുപാട് പറയുന്നത് എന്നല്ല നമ്മുടെ വിഷയം. നമ്മൾ ആലോചിക്കുക, ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ മൈക്കിന്റെ മുകളിൽ മറ്റൊരു മനുഷ്യൻ വരുമായിരുന്നു. നമ്മളെല്ലാവരും ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയത് ചെറിയ സൗഭാഗ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവുണ്ടെങ്കിലേ നമുക്ക് അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ നന്ദി കാണിക്കാൻ സാധിക്കണം എന്ന് തീരുമാനമെടുക്കുന്നവർക്കേ സൽക്കർമ്മങ്ങളിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഈ കഴിഞ്ഞ റമദാൻ നമുക്ക് ലഭിച്ചോ ലഭിച്ചില്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. റമദാനിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, ആരാധനകൾ, ഇബാദാത്തുകൾ, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, നമ്മളുടെ ഇസ്തിഗ്ഫാറുകൾ, നമ്മളുടെ കണ്ണീരുകൾ, നമ്മളുടെ നനഞ്ഞ കണ്ണുകളും നനഞ്ഞ മുസല്ലകളും അത് ഫലപ്പെട്ടുവോ എന്ന് മനസ്സിലാക്കാൻ 2 വഴികളാണ്. സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് ആ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഇവിടുന്ന് അങ്ങോട്ട് അയാൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതിയെന്ന. റമദാനിന് ശേഷം ശവ്വാലിൽ നിന്ന് അങ്ങോട്ട് അയാൾക്ക് അതിന്റെ തുടർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. ഇന്നലെ വരെ ജമാഅത്ത് നമസ്കരിച്ച എനിക്ക് പിന്നെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ റിസൾട്ട് എങ്കിൽ നമുക്കൊന്നും ലഭിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഇനിയോ പാപങ്ങളിൽ ജീവിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ഓരോരുത്തരും ജീവിതത്തിൽ ഓർമ്മകളിൽ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊരു പേപ്പറിൽ എഴുതാൻ നമ്മളെല്ലാവരും തീരുമാനിച്ചാൽ ഈ ബാംഗ്ലൂരിൽ ലഭ്യമാകുന്ന പേപ്പറുകൾ ഒരുപക്ഷെ മതിയാവില്ല. ഞാനും നിങ്ങളും നമ്മളുടെ ബാല്യത്തിൽ, കൗമാരത്തിൽ, യൗവനത്തിൽ, വാർദ്ധക്യത്തിൽ പോലും 10,000-കണക്കിന് തിന്മകൾ ചെയ്തു പോയവരാണ്. അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മളെല്ലാവരും അള്ളാഹിനോട് തേടിയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ മുസല്ലയുടെ മൂലകളിൽ, ഓരോ തൂണിന്റെ ഓരത്ത്, വിവിധങ്ങളായ പള്ളികളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പാപങ്ങളുടെ ഗൗരവം പല ക്ലാസ്സുകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും മരിക്കുമെന്ന ബോധ്യത്താലും പ്രതിഫലം വേണമെന്നുള്ള തീരുമാനത്താലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, സ്വന്തം ഭാര്യയോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത പാപങ്ങൾ, സ്വന്തം മക്കൾ അറിയരുതേ എന്ന് നമ്മൾ ജാഗ്രതയോടെ, നിതാന്ത ജാഗ്രതയോടെ ഊറ്റം കൊള്ളുന്ന പാപങ്ങൾ, തിന്മകൾ നമ്മളുടെ റബ്ബിനോട്, കാരുണ്യവാനായ റബ്ബിനോട് നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞതെല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അതിനും പണ്ഡിതന്മാർ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ നമ്മൾ ഇസ്തിഗ്ഫാറിലൂടെ അതിനെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അത് മാഞ്ഞിട്ടുണ്ടോ എന്നറിയാനും പണ്ഡിതന്മാരൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളി. നമ്മൾ അള്ളാഹുവിനോട് പുറത്തു തരണേ എന്ന് തേടിയ ആ തിന്മ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ, ആ പാപത്തെ പറ്റി ആലോചിക്കുമ്പോഴും ആ പാപം ഇനി ചെയ്യാൻ തോന്നുമ്പോഴും വേണ്ട, അത് അറപ്പോടെ വെറുപ്പോടെ കാണുന്ന മാനസികാവസ്ഥയും
അതിലേക്കൊരിക്കലും പോകില്ല, പോകാത്ത അവസ്ഥയുമാണ് ആ മനുഷ്യനെങ്കിൽ അയാളുടെ പാപം അയാളുടെ പാപമോചനം അള്ളാഹു സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരുപാട് വ്യഭിചരിച്ചവർ ഉണ്ടാകും. പടച്ചോനെ, സഹിക്കാൻ പറ്റുന്നില്ല ആലോചിക്കുമ്പോൾ. അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ചവൻ ഈ റമദാനിന് ശേഷം ആ വക ഒരു കാര്യത്തിലും ഇടപെടാതെ അതിജാഗ്രതയോടെ ജീവിക്കുന്നവനാണെങ്കിൽ അവന്റെ ആ മഹാപാപം അള്ളാഹു പുറത്തു കൊടുക്കും, ഒരു സംശയവുമില്ല. അവന്റെ ഇസ്തിഗ്ഫാർ അള്ളാഹു കബൂൽ ചെയ്തിരിക്കുന്നു. സാമ്പത്തിക ക്രമക്കേടുകളിൽ ജീവിച്ച ആളുകൾ പടച്ചോനെ ഒരുപാട് അന്യായമായി സമ്പാദിച്ചു പോയിട്ടുണ്ട്. അതിന്റെ പരിഹാരം എന്ന നിലയ്ക്ക് സക്കാത്തും സ്വതക്കയും പരമാവധി ഞാൻ കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായി കടന്നു വരുന്ന സാമ്പത്തിക മേഖലകളിൽ അത് പാടില്ല എന്ന് ഞാൻ എന്റെ സ്റ്റാഫുകൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആളുകളെ കബളിപ്പിച്ചും കളവ് പറഞ്ഞുമുള്ള കച്ചവടം ഇനി വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതേ തീരുമാനങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് നടപ്പിലാക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു. ഇനി അതല്ല, റമദാൻ കഴിഞ്ഞു, ഇനി പഴയ പരിപാടി തുടങ്ങാം. മൊബൈൽ ഫോണിലെ പലതരം പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളും വായനകളുമുള്ള ആപ്പുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് മുമ്പ് നമ്മൾ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്ന, ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഐക്കണുകളിലേക്കാണ് നമ്മളുടെ വിരലുകൾ കടന്നു ചെല്ലുന്നതെങ്കിൽ ഇന്ന് തന്നെ നമുക്കറിയാം, ഇന്നലെ മുതൽ പെരുന്നാളിന്റെ ആഘോഷങ്ങൾ അങ്ങേയറ്റം അതിര് കവിഞ്ഞിട്ടാണ് മുസ്ലിം സമുദായത്തിന്റെ വീടകങ്ങളിലെല്ലാം നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരു വലിയ ചില്ലുകൊട്ടാരമുണ്ടാക്കിയിട്ട് അതൊന്ന് കണ്ടു രസിക്കുന്നതിന്റെ മുമ്പ് അത് പൊളിച്ചു കളയുന്ന അവസ്ഥയിലാണ് പല ആളുകളുടെയും ഈദിന്റെ ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നത്, നടക്കുന്നത്. ഇത് നമ്മൾ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് ഇന്നലെ നമ്മൾ നമസ്കരിച്ച ദുഹറും അസറും മഗ്രിബും ഇശാവും ഇന്നും ഇവിടെയുണ്ട്. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ച റബ്ബ്, റഹ്മാനായ റബ്ബ് ഇന്നും ഇവിടെയുണ്ട്. ഇന്ന് നമ്മൾ ഇന്നലെ വരെ ഓതിയ പരിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ കൈകളിലുണ്ട്. ഇന്നലെ നമ്മൾ നോമ്പ് നോറ്റ് നമ്മുടെ ആരോഗ്യം സമ്പൂർണമായ പരിവേഷത്തിൽ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ഒന്നിൽ നിന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും പിറകോട്ട് പോകരുത്. അള്ളാഹു രണ്ടാമതായി നമ്മൾ പെരുന്നാളിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഇബാദത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ഇബാദത്തിന്റെയും തൊട്ട് പിന്നിൽ ഒരു ഇബാദത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിർവഹിക്കപ്പെട്ടാൽ അതിന്റെ തൊട്ടു പിന്നിൽ ഒരു പ്രാർത്ഥന പോകേണ്ടതുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന. കഅബാലയം പണിതു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. കഅബാലയം പണിതിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ആ പ്രാർത്ഥന കേട്ടിട്ടാണ് ഉഹൈബ് ഇബ്നു വഹബ് എന്ന വർദി എന്ന സഹാബി പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹം പ്രിയപ്പെട്ടവരെ ആത്മഗതം ചെയ്യുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള ഒരാൾ, അള്ളാഹു തന്നെ നേർക്ക് നേരെ പടച്ചോൻ പറയാണ് ഇതിന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ പറഞ്ഞൊരാൾ, നിരവധി ത്യാഗോജ്ജലമായ ജീവിതം നയിച്ചയാൾ, അള്ളാഹു പരീക്ഷിച്ചിട്ട് അതിനെയെല്ലാം അതിജയിച്ച ആള് റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ സ്വീകരിക്കണേ എന്ന്. വലാ തുഖ്സിനി യൗമ യുബഅതൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സമ്പത്തും മക്കളും സഹായിക്കാത്ത ആ ദിവസം പരലോകത്ത് പടച്ചോനെ എന്നെ നിന്ദ്യനാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഖലീലുള്ള ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹിന്റെ റസൂൽ പറയാണ്, ദിനേന 100-ലധികം തവണ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാറുണ്ട്. ആരാണ്? ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്ത, സ്വർഗത്തിൽ ഏറ്റവും ആദ്യം കടന്നു ചെല്ലുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 100-ലധികം തവണ, നമസ്കാരത്തിന് ശേഷമുള്ള അസ്തഗ്ഫിറുല്ലാഹ് ട്ടോ അല്ലട്ടോ, 100-ലധികം തവണ അദ്ദേഹം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലാറുണ്ട്. നമ്മളോ? നമ്മുടെ സ്ഥിതി എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ സന്തോഷത്തിന്റെ ദിവസമാണ്. 2 ആഘോഷങ്ങളാണ് നമുക്ക് അനുവദിച്ചത്. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ച 2 ആഘോഷം ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹായുമാണ്. ആ ദിവസം കാണിക്കേണ്ട ആവേശം ആ ദിവസം കാണിക്കൽ മസ്റ്റാണ്. മറ്റുള്ള അനുവദിക്കാത്ത പല ആഘോഷങ്ങളും അടിച്ചു പൊളിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ദീനിന്റെതാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലും സഹാബികളും ആഘോഷിക്കാത്ത പല ദിവസങ്ങളും കൊണ്ടാടിയ നമുക്ക് ഈ ഈദിനെ കൊണ്ടാടാൻ കഴിയാറില്ല എന്നതാണ് വാസ്തവം. ഒന്നും വിചാരിക്കരുതാരും.
വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ള ആഘോഷങ്ങളില്ലേ നമ്മുടെ കൂട്ടത്തിൽ? ആ ആഘോഷങ്ങളിൽ പോലും നമ്മൾ തിമിർത്താടുകയാണ്, എന്തായാലും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഈ ദിവസം നല്ലതാണെന്ന് നമുക്ക് ഉറപ്പാണ്. ഇന്നത്തെ ദിവസം പലരും ചെയ്യാറുള്ളത് വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങും, വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ച് റീൽസ് കാണും, വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഫാമിലിയോടൊപ്പം ടി വിയിലായിരിക്കും. അങ്ങനെ അതങ്ങോട്ട് തീർത്ത് കളയും. എന്നാൽ മറ്റുള്ള ഇസ്ലാം പഠിപ്പിക്കാത്ത ആഘോഷങ്ങളാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഉറക്കമുണ്ടാകാറില്ല. അവർ സജീവമായി അത് ആഘോഷിക്കും. ബിദ്അത്തിന്റെ ഒരു പ്രത്യേകത അത് അടിപൊളിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ആളുകൾ അറിയുന്നതാണ് നമുക്കിഷ്ടം, നമ്മൾ അവിടെ മുന്നിലുണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ച ഈ ഈദിൽ പല സ്ഥലത്തും പല ആളുകളും വീട്ടിൽ കള്ളിത്തുണി കൊടുത്തിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക ചെയ്യുക. അവർക്ക് ഈദില്ല, അവരൊരു നമസ്കാരത്തോടു കൂടി അവരുടെ ഈദ് തീരുകയാണ്. പാടില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഏതൊരു വഴിയിലൂടെയാണോ ഈ ഈദ് മുസല്ലയിലേക്ക് വന്നത്, ആ വഴിയിലൂടെ നിങ്ങൾ തിരിച്ചു പോകരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് വിദേശത്ത് വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ ഒരുപക്ഷെ നമുക്ക് കുടുംബക്കാർ ഒരുപാട് ഉണ്ടാവില്ല, എന്നാൽ കൂട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്. ഇനിയോ ഓരോ കുടുംബത്തെയും ലിസ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് ഇരുന്ന് വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് സ്നേഹങ്ങൾ പങ്കിട്ട് നമ്മളുടെ ഈദിന്റെ ആഘോഷം നമ്മൾ അറിയിക്കണം. നാട്ടിൽ പലയിടത്തും ഇന്നലെ ഈദ് കഴിഞ്ഞു, എന്നാൽ നമ്മളുടെ ഈദ് ഇന്നാണ്. അത് ഇന്നലെ കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളുടെ ഈദ് ദിനത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഫാമിലികളെ വിളിച്ച് സ്നേഹം പങ്കിടുക. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഓരോരുത്തർക്കും മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. 1 ഉള്ളവർ, 2 ഉള്ളവർ, 3 ഉള്ളവർ, 4 ഉള്ളവർ, 5 ഉള്ളവർ, 6 ഉള്ളവർ. എല്ലാ മക്കളെയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്ന ദിനമാണിന്ന്. നമ്മുടെ ഭാര്യമാരെ വിളിച്ച് മുത്തം കൊടുക്കേണ്ട ദിനമാണിന്ന്. നമ്മുടെ വാപ്പമാരെ കെട്ടിപ്പിടിക്കേണ്ട ദിനമാണിന്ന്. മകൻ ഏത് വലിയ പ്രൊഫഷണൽ ആയാലും ശരി, ബാപ്പ മദ്രസയിലോ സ്കൂളിലോ പോകാത്ത മനുഷ്യനാണെങ്കിലും ശരി, ആ വാപ്പാക്ക് സലാം ചൊല്ലി വാപ്പാക്ക് വേദനയാകുന്ന ഇടങ്ങേറാകുന്ന വിധത്തിൽ നമ്മളുടെ സ്നേഹ ചുംബനം കൊണ്ടുള്ള കെട്ടിപ്പിടുത്തം കൊണ്ടുള്ള സവിശേഷമായ സ്നേഹം കാണിക്കേണ്ട ദിനമാണിന്ന്. ഒരാളും അതിന് പുറകോട്ട് പോകരുത്. എല്ലാവർക്കും നമ്മളുടെ ഹസ്തദാനം ഇന്ന് പോണം. എല്ലാവർക്കും ഇന്ന് നമ്മളുടെ ആശംസകൾ പോണം. എല്ലാവർക്കും നമ്മളുടെ ഒരു വിളി പോണം, മെസ്സേജുകൾ പോണം. സജീവമായ സന്തോഷം. ഏതൊരു മനുഷ്യൻ ഇന്നലെ വരെ കടം കൊണ്ടും പ്രയാസം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെട്ടവരുണ്ട് ഈ കൂട്ടത്തിൽ. പക്ഷെ അവരെല്ലാം ഇന്ന് സന്തോഷത്തിലാണെന്ന് വരണം. അതിനായിരുന്നു ഫിത്ർ സക്കാത്ത് നൽകിയിരുന്നത്. അതിനായിരുന്നു സദഖയും സക്കാത്തും പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനായിരുന്നു പ്രിയപ്പെട്ടവരെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്ന സംവിധാനം വന്നത്. അതിനെല്ലാമായിരുന്നു എല്ലാവരും സന്തോഷിക്കുവാൻ. എല്ലാവരും സന്തോഷിക്കുന്ന അവസ്ഥ ഈദ് മുസല്ലയിൽ ഉണ്ടാവണം, ഈദ് ദിനത്തിൽ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കഴിഞ്ഞ മാസം നിർവഹിക്കപ്പെട്ട സൽക്കർമ്മങ്ങൾ, അതിന്റെ തുടർച്ച, അതിൽ അടുപ്പിച്ച് നിൽക്കുന്ന നോമ്പ് മാത്രമാണ് നമുക്കില്ലാത്തത്. ബാക്കി എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. നോമ്പാണെങ്കിൽ ആഴ്ചയിൽ 2 എണ്ണം മിനിമം ഉണ്ട്. അയ്യാമു തശ്രീഖുണ്ട്. ഈ ശവ്വാലിലെ 6 നോമ്പുകൾ വേറെയുണ്ട്. ശവ്വാലിലെ 6 നോമ്പുകൾ പരമാവധി അടുപ്പിച്ച് നോൽക്കുകയും കഴിയാത്തവർ ശവ്വാല് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് നോറ്റുവിട്ടുകയും വേണം. നോമ്പിൽ, ഫർള് നോമ്പിൽ കടമുള്ള ആളുകൾ, റമദാനിലെ നോമ്പിൽ നോൽക്കാൻ കഴിയാത്ത സ്ത്രീകളും പുരുഷന്മാരും ഏതെങ്കിലും സവിശേഷമായ കാരണത്താൽ അത് ഫിദിയ കൊടുത്താലും ശരി, അത് നോറ്റുവീട്ടാനുള്ള പരിശ്രമം മുന്നിൽ വരണം. അതിനിടയിൽ മരണപ്പെട്ടാൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത് മാത്രമാണ് നമ്മൾ കൊടുത്ത ഫിദിയ. പക്ഷേ നമുക്ക് നോറ്റുവിട്ടണം. അങ്ങനെ എല്ലാം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 5 നേരവും മുസല്ലയിൽ നിന്ന് ഓതിയപ്പോൾ നമുക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ആ ഓത്ത് നിർത്തരുത്. നമസ്കാരം കൃത്യമായി 5 നേരം തിരക്കിട്ട കലാസിപാളയത്തും അങ്ങാടികളിലും ഇഴയുള്ള പ്രവിശാലമായ പല അങ്ങാടികളിലെയും തിരക്കിട്ട കച്ചവടക്കാർ അത് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടവരാണ് നമ്മളെല്ലാവരും. അവർ അതുപോലെ ഇറങ്ങി നടക്കുന്ന അവസ്ഥയുണ്ടാകണം. ആ ഈമാൻ ചോർന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ നമ്മുടെ മനോമുഖരത്തിൽ നിൽക്കുന്ന ഈമാൻ, തുളുമ്പി നിൽക്കുന്ന ഈമാൻ മതി. ഇന്ന് വൈകുന്നേരമോ നാളെയോ നമ്മൾ മരിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടാൻ അത് മാത്രം മതി പ്രിയപ്പെട്ടവരെ. അങ്ങനെയാകുമ്പോൾ മുൻപ് കാലങ്ങളിൽ കഴിഞ്ഞുപോയ തിന്മകൾ ഇനി ചെയ്യുന്നില്ല എങ്കിൽ ആ ഇസ്തിഗ്ഫാറാണ് ഇസ്തിഗ്ഫാർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു മനുഷ്യൻ മോഷ്ടിച്ചു, അയാൾ പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ മോഷ്ടിച്ചു പോയി, ഞാൻ ആ തുക തിരിച്ചവിടെ എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എത്തിക്കും. അല്ലാഹുവേ, ആ മോഷണം
പാപമാണ്, എനിക്ക് നീ പുറത്തു തരണേ എന്നൊരാൾ പ്രാർത്ഥിച്ചിട്ട് അയാൾ അതിൻ്റെ ഉപാധികൾ നിർവഹിക്കുകയും പിന്നീട് ഒരിക്കലും അയാൾ മോഷ്ടിക്കുന്നൊരവസ്ഥ വരാത്ത വിധം സൂക്ഷിക്കുകയും ചെയ്താൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗത്തിലാണ്. ഏതൊരു കാര്യവും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ഖുതുബയുടെ ഭംഗിയിലേക്ക് നിങ്ങൾ നോക്കരുത്. ഖുതുബയുടെ ജീവൻ എന്താണെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരോടും സ്നേഹമുള്ള റമദാനിൽ നമ്മൾ എല്ലാവരോടും പുഞ്ചിരിച്ചിട്ടുണ്ട്. അത് അടുത്ത മാസവും ഉണ്ടാകണം. അതുപോലെ തന്നെ എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ ആവർത്തിച്ച് പലവട്ടം ഇപ്പോൾ ഈ ഖുതുബയിൽ തന്നെ പറഞ്ഞു, അത് നമ്മൾ കൈമുതലാക്കണം. തിന്മകൾ അരങ്ങുവാഴുന്ന നാടാണ് നമ്മുടെ നാട്. ഇടത്തും വലത്തും മുന്നിലും പിന്നിലും പൈശാചികത നിറഞ്ഞിരിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിൽ പോലും നിങ്ങൾ കണ്ടില്ലേ, റമദാൻ 2-ന് റമദാനിന്റെ തൊട്ട് ദിവസം മുമ്പ് നിശ്ചയിച്ചു ഒരു പെണ്ണിന്റെ കല്യാണം, മിഠായിയും പലഹാരങ്ങളും എല്ലാം കൊടുത്ത് നിശ്ചയിച്ച കല്യാണം. റമദാൻ 2 ആ കുട്ടി ഒരു ഹൈന്ദവ സഹോദരന്റെ കൂടെ ഒളിച്ചോടി. കാളികാവ് ഒരു സൽമാനുൽ ഫാരിസി. ആരാ പ്രിയപ്പെട്ടവരെ സൽമാനുൽ ഫാരിസി? പേർഷ്യയിലെ അഗ്നി ആരാധകനായ ചക്രവർത്തിയുടെ മകൻ ചുവന്ന സൽമാൻ എന്നറിയപ്പെട്ട അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ച് കടന്നു വന്ന് കാക്കക്കറുമ്പനായ കറുകറുത്ത ബിലാലിന്റെ അടുത്തിരുന്ന ബിലാലിനെ ചേർത്ത് പിടിച്ച ചുവന്ന സൽമാൻ. ആ സൽമാനെ നമുക്ക് പരിചയമുള്ളൂ. കാളികാവ് ഒരു സൽമാനുണ്ട്. ആ സൽമാൻ തന്റെ ബീജത്തിൽ പിറന്ന 2.5 വയസ്സുകാരനെ കൊന്നത് ഈ റമദാനിലാണ്. വണ്ടൂരിൽ ഒരു യുവാവായ മനുഷ്യൻ ഈ റമദാനിൽ മദ്യപിക്കുകയും തന്റെ ഭാര്യാമാതാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തത് ഈ റമദാനിലാണ്. മംഗലാപുരത്ത് ഒരു ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ട്രെയിനിൽ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരികളായ മംഗലാപുരത്ത് പഠിക്കുന്ന പെൺകുട്ടിയെ ഒരുത്തന്റെ കൂടെ ഈ ലൈംഗിക വീഴ്ചയിൽ അങ്ങനെയുള്ള കളികളിൽ നേർക്കുനേരെ കണ്ടത് ഈ റമദാനിലാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10-ൽ സ്വന്തം ഭാര്യയുമായിട്ടുള്ള സമ്പർക്കം പോലും വേണ്ടെന്ന് തീരുമാനിച്ച് മുണ്ടുമുറുക്കിയെടുത്ത പ്രവാചകനാണ്. ഭാര്യമാരുമായിട്ട് നോമ്പുകാരനായിരിക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 60 നോമ്പുകൾ നോൽക്കണമെന്ന് പറഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യയുമായിട്ടുള്ള സമ്പർക്കത്തിനായത്. അങ്ങനെയുള്ള മാസം അന്യ സ്ത്രീകളുമായി പുരുഷന്മാരുമായിട്ട് ഈ പറഞ്ഞ വൃത്തികേടുകളിൽ ആളുകൾ ജീവിച്ച റമദാനും കൂടിയാണ് ഈ റമദാൻ. അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈമാൻ എന്നത് നുരുമ്പിപ്പോകാൻ ചെറിയ സെക്കൻഡുകൾ മതിയാകും. നമ്മളെല്ലാവരും അതിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇനിയോ, ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യം നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ ചെറുതല്ല. അറബ് രാജ്യത്ത് ഫലസ്തീനിലും ഗസയിലും അവർക്ക് നമ്മൾക്ക് കിട്ടുന്ന സുഖത്തിന്റെ 10% പോലും കിട്ടുന്നില്ല. പച്ചയിലകൾ പറിച്ച് വെള്ളത്തിൽ ചൂടാക്കി പുഴുങ്ങിയിട്ടാണ് മഗ്രിബിന്റെ ബാങ്കുലി കേൾക്കുമ്പോൾ അവർ നോമ്പ് തുറന്നത് എന്ന് കേൾക്കുമ്പോൾ സഹിക്കാനാവാത്തതാണ് പ്രിയപ്പെട്ടവരെ. നമ്മളുടെ മക്കളെല്ലാം ഇന്ന് മൈലാഞ്ചികൾ ഇട്ടിട്ടുണ്ട്, മെഹന്തി ഇട്ടിട്ടുണ്ട്. ഫലസ്തീനിന്റെ ഗസയിലെ മക്കളുടെ കൈകളിലെ മൈലാഞ്ചിയിൽ അവരുടെ പേരുകൾ മാത്രമേയുള്ളൂ. ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ നരബാലികർ കാബാലികർ എന്നെ കൊന്നൊടുക്കിയാൽ എന്റെ നാട്ടുകാർക്ക് ഇത് ഇന്ന ആളുടെ മകനാണ് ഞാൻ എന്ന് മനസ്സിലാകണമെന്ന് വിചാരിച്ച് മക്കൾ അവരുടെ കൈപ്പടങ്ങളിൽ അവരുടെ പേരുകൾ എഴുതിയിട്ടുള്ള മൈലാഞ്ചികളാണ് ഫലസ്തീനിലും ഗസയിലും ഉള്ളത്. അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച സൗഭാഗ്യം ചെറുതല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഈ സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മറക്കാനും പാടില്ല. ഇവിടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ പേരിൽ അതിന്റെ പിന്നിൽ ചില്ലറ മുസ്ലിങ്ങളല്ല മരണപ്പെട്ടത്. ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന്റെ ത്യാഗോജ്ജലമായ സമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഈ മതേതരത്വം നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും സിഖുകാരനും പാഴ്സിയും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വരധിക്കാരിയും തോളോട് തോള് ചേർന്ന് അവനവന്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്നത് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന സവിശേഷത ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ്. അതിനെ കാത്തു സൂക്ഷിക്കുന്നത് ഇവിടുത്തെ എല്ലാ മതക്കാരുമാണ്. എന്നാൽ അത് നശിപ്പിച്ച് ഏറ്റവും മോശമായ ഒരു സംവിധാനം ഇന്ത്യയിലേക്ക് വരിക എന്ന ഫാസിസം പോലുള്ള അതിതീഷ്ണമായ വിഷവിത്തുകൾ രാജ്യത്തെമ്പാടും പാകിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജനാധിപത്യ സംവിധാനത്തിലെ നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ് ഏറ്റവും നേരെ ഋജുവായ മാർഗത്തിൽ ഏറ്റവും നല്ല മൂല്യബോധത്തിൽ ജനാധിപത്യ മര്യാദകളും സംസ്കാരങ്ങളും നിലനിൽക്കാൻ നമ്മളുടെ വോട്ടുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പാഴാക്കിക്കൂടാ. ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ വാപ്പാക്ക് അസുഖമാണെന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോകുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലേക്ക്. എന്നാൽ ആ വാപ്പ മരണപ്പെടാതിരിക്കാൻ, കൊലപ്പെടാതിരിക്കാൻ, ആ വാപ്പാന്റെ ഇബാദത്തുകൾ തടയപ്പെടാതിരിക്കാൻ,
ആ വാപ്പയുണ്ടാക്കിയ നാട്ടിലെ പള്ളിയിൽ നമസ്കാരം മുടങ്ങാതിരിക്കാൻ നമ്മൾ വണ്ടിയെടുത്ത് നാട്ടിലേക്ക് ഒന്ന് പോകേണ്ടി വരും. അത് നമ്മളുടെ തെരഞ്ഞെടുപ്പിന്റെ ദിനമായിരിക്കണം. ഒരാളുടെയും വോട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പാഴാക്കരുത്. അന്നത്തെ ദിവസം വിനോദയാത്രയ്ക്കും വിദൂരയാത്രയ്ക്കും വേണ്ടി നമ്മൾ വെക്കരുത്. നമ്മളുടെ ആ ജനാധിപത്യ മൂല്യം അതൊരു പക്ഷേ നമ്മളുടെ അവസാന സന്ദർഭമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പോലും. എന്നാൽ അതിനേക്കാളും വലിയ ആയുധമുണ്ട്. ബദറിൽ ഏറ്റവും കുറഞ്ഞ ആളുകൾ വിജയിച്ചത് ആ ആയുധം പ്രയോഗിച്ചപ്പോഴായിരുന്നു. ബദറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള പാവപ്പെട്ട കായികാഭ്യാസമോ ആയുധങ്ങളോ ഇല്ലാത്ത ബദരീങ്ങൾ രക്ഷപ്പെട്ടത് പ്രാർത്ഥന കൊണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, ജനാധിപത്യ സംവിധാനമുള്ള സമാധാനമുള്ള ഇന്ത്യ, ആ ഇന്ത്യ ഇവിടെ നിലനിർത്തണമേ റബ്ബേ. ഞങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള സൗഭാഗ്യം നീ നിലനിർത്തണമേ റബ്ബേ. ബാങ്കുലി മുഴക്കാൻ നമുക്ക് കഴിയണമേ നാഥ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാനിൽ ബാങ്കുലി ഉണ്ടായിരുന്ന ഗ്യാൻവാപ്പിയിലും മറ്റു പല മസ്ജിദുകളിലും, ആസമിൽ, ഉത്തർപ്രദേശിൽ പലയിടത്തും ബാങ്ക് വന്നിട്ടില്ല. പലയിടത്തും നമസ്കാരങ്ങൾ നടന്നിട്ടില്ല. പലയിടത്തും ഇബാദത്തുകൾ മുടങ്ങിയിരിക്കുകയാണ്. പല വീടുകളിലും യുവാക്കൾക്ക് പുറത്തിറങ്ങി ജോലിക്ക് പോകാനാവുന്നില്ല. അവരവരുടെ മാതാപിതാക്കൾക്ക് കാവലിരിക്കുകയാണ്. ഈ ഒരു സംവിധാനം നാട് മുഴുവൻ പരക്കുന്ന ഭീതിതമായ അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തിലെ വോട്ട് എന്ന അവകാശത്തെ നമ്മൾ വിനിയോഗിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ലോകത്ത് എത്ര മുഅ്മിനീങ്ങളുണ്ടോ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളുടെ കൂടെ എത്ര പാപങ്ങളുണ്ടോ ആ മുഅ്മിനീങ്ങളുടെ അത്രയും പാപം അള്ളാഹു പുറത്തു തരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. اللهم ربنا تقبل منا دعاءنا وقيامنا وسجودنا وصدقتنا يا رب العالمين. توفنا مسلما والحقنا بالصالحين. اللهم انصرنا الاخوان المسلمين في كل مكان. اللهم انصرنا الاخوان المسلمين في فلسطين. اللهم انصرنا الاخوان المسلمين في غزة. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اشف مرضانا وارحم موتانا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. عيدكم مبارك. تقبل الله منا ومنكم صالح الأعمال. والسلام عليكم ورحمة الله وبركاته.